ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത്, അതായത് പുതിയ വീടിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ചില ഏരിയകളിൽ നമുക്ക് ബാത്റൂമിൽ നിന്നാണെങ്കിലും മുകളിലത്തെ ടാങ്കിൽ നിന്നാണ് പൈപ്പ് ഇറക്കാനായിട്ട് ഒട്ടും തന്നെ സ്പേസ് ഉണ്ടാവില്ല. കാരണം രണ്ട് സൈഡുകളിൽ ജനലുകൾ അതുപോലുള്ള ഏരിയകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതും അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഏരിയയാണ്. നമുക്ക് അവിടെ തന്നെയാണ് ടാങ്കും വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ പൈപ്പ് രണ്ട് സെക്ഷനായിട്ട് ഇറക്കേണ്ടി വരും. നിങ്ങൾ കാണുന്ന പോലെ തന്നെ, അതായത് 2 ഇഞ്ച് വാൽവ് വെച്ചിട്ടും അതുപോലെ തന്നെ ഒരു ഇഞ്ച് പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നേരെ നമ്മുടെ ടാങ്കിലേക്ക് പോകുന്നതും മോട്ടറിൽ നിന്ന് പോകുന്നതും രണ്ടാമത് 2 ഇഞ്ച് പൈപ്പ് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പുമാണ്. പിന്നെ നമുക്ക് അതിൽ തന്നെ ബാത്റൂമിൻ്റെ ഏരിയ 2 ബാത്റൂമുകൾ മുകളിൽ താഴെയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കളയാനായിട്ട് സെപ്പറേറ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി അടിക്കേണ്ടതായിട്ട് വന്നു. അതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് വൈ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. നമുക്ക് മാക്സിമം ഡ്രൈനേജ് സിസ്റ്റം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്ന I-45 വലിയ ബെൻഡ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല, ഓവറായിട്ട് ലെവലിൽ നമുക്ക് സ്ലോപ്പ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം 4 ഇഞ്ചും എൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ലൈൻ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഓവറായിട്ട് നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കുത്തി ഒലിച്ച് പോകുന്ന രീതിയിൽ കൊടുക്കാൻ സാധിച്ചാൽ വേസ്റ്റ് കംപ്ലീറ്റ് അതിൽ അടിഞ്ഞു കൂടാനുള്ള ചാൻസും, വെള്ളം ആദ്യം ഒഴുകി പോകുന്നതായിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ വെള്ളം ആദ്യം ഒഴുകിപ്പോവും. പിന്നെ വേസ്റ്റ് കംപ്ലീറ്റ് അതിൽ അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഫിറ്റിങ്സുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മളിവിടെ 2 കുഴികളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് സിങ്കിന് വേണ്ടിയിട്ടുള്ള കുഴി, ഒന്ന് നമ്മൾ കുളിക്കുന്ന വെള്ളം മുകളിൽ നിന്നുള്ള വെള്ളതും താഴത്തെ ബാത്റൂമിൽ കുളിക്കുന്ന വെള്ളത്തിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കുഴി എടുത്തിട്ടുണ്ട്. അതായത് ഒറ്റ കുഴി തന്നെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരെണ്ണം നമ്മൾ കൊടുത്തിരിക്കുന്നത് സിങ്കിൽ നിന്നുള്ള വേസ്റ്റും, ഒരെണ്ണം നമ്മൾ കൊടുത്തിരിക്കുന്നത് കുളിക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഇഞ്ച് പൈപ്പ്, നമ്മുടെ മെയിനായിട്ട് വരുന്ന വാട്ടർ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പ്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് 2 ഇഞ്ച് താഴേക്ക് ഇറങ്ങിയതിന് ശേഷം 1.5 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഏറ്റവും അറ്റത്തെ ബാത്റൂം വരെ നമ്മൾ ഈ 1.5 ഇഞ്ച് പൈപ്പാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഡൈവേർട്ടർ അതുപോലെ തന്നെ ഡൈവേർട്ടർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം പ്രഷർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ നമ്മളിവിടെ നിന്നും നോക്കി അറിയാൻ പറ്റും, നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് 4 ഇഞ്ച് പൈപ്പ് ആണെങ്കിലും ഡയറക്റ്റായിട്ട് ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എയർ കൊടുത്തിട്ടുണ്ട്. അതായത് വീടിൻ്റെ 2 സൈഡ് നമ്മൾ എയർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ബാത്റൂം രണ്ട് സൈഡിലാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് അതായത് നമ്മുടെ സെപ്റ്റിക്കിൻ്റെ അവിടെ നിന്ന് എയർ റിലീസ് ആവണം. അതുപോലെ തന്നെ ഏറ്റവും അറ്റത്തുള്ള ബാത്റൂം ഏതാണോ അവിടെ നിന്നും എയർ റിലീസ് ആവണം ഏറ്റവും നല്ലത്. ഇപ്പോൾ അതുപോലെ സ്കൈഫോണിക് അതുപോലെ തന്നെ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എയറിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എയറിൻ്റെ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ചെയ്തിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് കാര്യങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് വെള്ളം പോകാതെ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കേണ്ട ഫിറ്റിങ്സുകൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. അതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇനി നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഏരിയ കണ്ടോ, ഇവിടെ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ അറ്റത്തെ ബാത്റൂമാണ്. ഇവിടെ നിന്നും നമ്മൾ മാൻഹോൾ കൊടുക്കണമെങ്കിൽ നമുക്ക് മാൻഹോൾ കൊടുക്കാം. ഇനി അതല്ല വൈ ഇട്ട് വേണമെങ്കിൽ കൈയിട്ട് കണക്ട് ചെയ്യാം. ഇത് രണ്ടും കൂടി നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ സെപ്റ്റിക്കിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീടിൻ്റെ 2 സൈഡിലായിട്ട് ബാത്റൂം ഉണ്ടെങ്കിൽ 2 സൈഡിലും എയർ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. അത്രയും ബ്ലോക്ക് കാര്യങ്ങൾ കുറയും, സ്മെല്ല് കാര്യങ്ങൾ കുറയും, കംപ്ലയിൻറ്റ്സ് മാക്സിമം കുറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ബാത്റൂമിൻ്റെ അത്യാവശ്യം ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.